ഹരേ കൃഷ്ണ. ഒരു ചക്രം കൊണ്ട് ഒരിക്കലും രഥം മുന്നോട്ട് പോകുകയില്ല. അപ്രകാരം ഒരു മനുഷ്യപ്രയത്നം ഇല്ലാതെ ഭാഗ്യം സിദ്ധിക്കുകയില്ല. ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഐശ്വര്യമുണ്ടാകുന്നില്ല, ഉന്നതി ഉണ്ടാകുന്നില്ല എന്നൊക്കെ നാം സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ്. പ്രയത്നിക്കാതെ ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണവർ. വളരെ ലളിതമായി ഒരു ദൃഷ്ടാന്തത്തിലൂടെ ഇതിനെ ഇവിടെ വിശദീകരിക്കാം. ഒരു വണ്ടിക്ക്, അതായത് ഒരു രഥത്തിന് 2 ചക്രങ്ങൾ വേണം. ഒരു ചക്രം കൊണ്ട് മാത്രം രഥം ഉരുളുകയില്ലല്ലോ. അതുപോലെയാണ് ജീവിതവും പ്രയത്നവും ഭാഗ്യവും ഒരുമിച്ചുരുളണം. ജീവിതമാകുന്ന രഥം മുന്നോട്ട് പോകുവാൻ പ്രയത്നം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഭാഗ്യം പിറകെയുണ്ടാകും. നറുക്കെടുപ്പിൽ പങ്കെടുക്കാതെ ഒരിക്കലും സമ്മാനം കിട്ടുകയില്ല. ഇവിടെ ദൈവം എന്നത് ഭാഗ്യമെന്ന അർത്ഥത്തിലാണ്. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഈശ്വരാനുഗ്രഹമാണല്ലോ ഭാഗ്യം എന്ന് പറയുന്നത്. അതിനാലാണ് ദൈവം എന്നതിന് ഈശ്വരൻ എന്ന അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്.